ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ വജൈനൽ ഡിസ്ചാർജിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പലതരത്തിലുള്ള സംശയമാണ്, ചേച്ചി ഇതിൻ്റെ ടെക്സ്ചർ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തോരം എനിക്ക് സ്ട്രെച്ചബിൾ ആയിരിക്കുമോ അല്ലാതെ ഡ്രൈ ആയിരിക്കുമോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഡെമോ ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. ഒരുപാട് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഡെമോ വീഡിയോ ആണിത്. ഇതിൽ എങ്ങനെയാണ് വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് പോലെ തന്നെ ഭയങ്കര സ്ട്രെച്ചബിൾ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്തും ഉണ്ടാകുന്നത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺസിന്റെ ഹൈക്കും അതോടൊപ്പം നമ്മുടെ വജൈനൽ പോർഷനിലോട്ട് സർവിക്സിലോട്ടോ ഒക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വരുന്നതും നമ്മുടെ ഗർഭസ്ഥ ശിശുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാക്കുമ്പോഴേക്കും ഇതിനകത്തേക്ക് മറ്റൊന്നും കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻസോ ബാക്ടീരിയാസോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരം ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടി ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി ഇങ്ങനെയുള്ള വജൈനൽ ഡിസ്ചാർജ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റീവ് ലെയർ ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോർമോൺ ഹൈക്ക് ഇല്ലേ, അങ്ങനെയൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്ത് ഇപ്പോൾ വജൈനൽ ഡിസ്ചാർജ് കണ്ടില്ലെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ആ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ശരീരത്തിൽ അതുമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാകും. അതുപോലെ ഹോർമോൺസിൻ്റെ ഒക്കെ ഹൈക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ലൈവ് ഡെമോ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇതാണ് പലർക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജ് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ 2 ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും എൻ്റെ പേഴ്സണലായിട്ട് വന്നിട്ടുള്ള ആ ഒരു പ്രഗ്നൻസി സമയത്ത് ഉണ്ടായ ലക്ഷണം വെച്ചിട്ട് ഞാൻ ഏകദേശം ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഡെമോൺസ്ട്രേഷൻ തുടങ്ങാം. ഇതാ കണ്ടോ, ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എൻ്റെ 2 കൈവിരലുകൾക്കിടയിൽ വെച്ചിട്ട് ഞാൻ വലിച്ചു നീട്ടുമ്പോഴേക്കും ആ ഒരു ഡിസ്ചാർജ് നീളുന്നുണ്ട്. പക്ഷേ ഇത് ഓവുലേഷൻ ഡിസ്ചാർജ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും, അതിലൊരു വൈറ്റ് ഷെയ്ഡും കൂടിയുണ്ട്. ഓവുലേഷൻ ഡിസ്ചാർജിന് കളറൊന്നും തന്നെയില്ല. നമ്മുടെ പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള കളറായിരിക്കും ഓവുലേഷൻ ഡിസ്ചാർജിന് ഉണ്ടാകുന്നത്. അതിന് കളറില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ ഡിസ്ചാർജ് നോക്കൂ, അതിനൊരു കളറില്ലേ, ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്ചാർജാണത്. അത് എൻ്റെ 2 കൈവിരലുകൾക്കിടയിൽ വെച്ചിട്ട് നോക്കൂ, നല്ല വലുതായിട്ട് അത് സ്ട്രെച്ചായി വരുന്നില്ലേ. അപ്പോൾ പ്രഗ്നൻസി ഡിസ്ചാർജ് നമ്മളിൽ ഉണ്ടാകുന്നത് എപ്പോഴും എഗ് വൈറ്റ് ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസിനോടൊപ്പം ഒരു വൈറ്റ് ഷെയ്ഡും കൂടി മിക്സ് ആയിട്ടായിരിക്കും നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാനത് നിങ്ങൾക്ക് കയ്യിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, എൻ്റെ ആ ഒരു തം ഫിംഗറിൽ അത് കാണുന്നത് കണ്ടോ, അതിൽ ഒരു വൈറ്റ് കട്ടിയായിട്ട് കിടക്കുന്നുണ്ട്. ഒപ്പം ആ ഒരു എഗ് വൈറ്റ് ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസും ഉണ്ട്. ഈ വൈറ്റ് കളറിലെ ഡിസ്ചാർജ് ഒരു കട്ടിയായിട്ട് വന്നിട്ട് ദെൻ ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ഇങ്ങനെ ചുറ്റും വന്നതായിരുന്നു എൻ്റെ മോനെ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള പ്രഗ്നൻസി ഡിസ്ചാർജ്. തുടക്കത്തിലെ മനസ്സിലായത് ആ ഒരു ലക്ഷണവും കൂടി കണ്ടതുകൊണ്ടായിരുന്നു. ജസ്റ്റ് ആ ഒരു സെർവിക്കൽ മ്യൂക്കസ് വന്നിട്ട് ആ സെർവിക്കൽ മ്യൂക്കസിന് ഒരു വൈറ്റ് കളറിലുള്ള, നമ്മുടെ മിൽക്കി വൈറ്റ് ആയിട്ടുള്ള കളറിലുള്ള ഒരു കുത്തു പോലെ ഒരു ഡിസ്ചാർജ്, ഒരു റൗണ്ട് കുഞ്ഞു ബോൾ പോലെയുള്ള ഡിസ്ചാർജ് അതിനകത്ത് ഉണ്ടായിരുന്നു. ദെൻ അതിന് ഫുള്ള് സറൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ആ എഗ് വൈറ്റ് ആയിട്ടുള്ള ഓവുലേഷൻ സമയത്ത് ഉണ്ടായിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് ആയിരുന്നു. ഇത് ഒരു തരത്തിൽ നമുക്ക് കാണുന്ന ഒരു ടൈപ്പ് വജൈനൽ ഡിസ്ചാർജാണ്. നിങ്ങൾ ഗർഭിണിയാകുമ്പോൾ കാണുന്ന ഒരു ടൈപ്പ് വജൈനൽ ഡിസ്ചാർജ് ഇതാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന വജൈനൽ ഡിസ്ചാർജ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത് ഒരു സെർവിക്കൽ മ്യൂക്കസിനകത്ത് ഓവുലേഷൻ ഡിസ്ചാർജിനകത്ത് ഉണ്ട പോലെ കിടക്കുന്ന ഒരു സെർവിക്കൽ മ്യൂക്കസാണ് നമ്മൾ വജൈനൽ ഡിസ്ചാർജാണ് നമ്മൾ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഫുള്ളായിട്ടും ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് മാത്രമുള്ള സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ സ്ട്രെച്ച് ആവുന്നുണ്ട്. ഇത് നമുക്ക് ഒറിജിനലായിട്ടുള്ള പ്രഗ്നൻസി ഡിസ്ചാർജ് അല്ല, ഞാനത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രെച്ച് ആവാനായിട്ട് പറ്റാത്തത്. പക്ഷേ
അല്ലെങ്കിലും അത് ഒരുപാട് സ്ട്രെച്ച് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ഈ ഫിംഗർ കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഉണ്ട പോലെയല്ല കിടക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് ഈ കാണപ്പെടുന്നത് നമ്മുടെ ഈ കളറിലുള്ള മിൽക്കി വൈറ്റ് ആയിട്ട് തീർന്നിട്ടുള്ള മിൽക്കി വൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും കാണുന്നത്. കണ്ടോ, സ്ട്രെച്ച് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാം അത് മിൽക്കി വൈറ്റ് ആണ്. തുടക്കത്തിലെ വീഡിയോയിലും ഫുള്ളായിട്ട് മിൽക്കി വൈറ്റ് നമുക്ക് കാണാം. പക്ഷേ ചിലവരുടെ പാൻറ്റീസിൽ നമുക്ക് വരുന്നത് ഈ വൈറ്റ് ഡിസ്ചാർജിൻ്റെ കൂടെ സെർവിക്കൽ മ്യൂക്കസിൻ്റെ കൂടെ ഈ വൈറ്റ് ഡിസ്ചാർജ് വരുന്നത് ഇങ്ങനെ ഉണ്ട പോലെ ആയിരിക്കും വരുന്നത്. ആ വീഡിയോയിൽ നമ്മുടെ പാൻറ്റീസിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ആയിരിക്കും ചിലരുടെ പാൻറ്റീസിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ചിലവർക്ക് വരുന്ന ഡിസ്ചാർജ് ഇങ്ങനെ ഉണ്ട അല്ലാതെ ഫുള്ളായിട്ട് ഈ ഒരു മിൽക്കി വൈറ്റ് ടെക്സ്ചറിലായിരിക്കും വരുന്നത്. ചിലപ്പോൾ അതിലൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും. ദെൻ ഫുള്ളായിട്ട് ആ ഒരു കളറ് മാത്രമായിരിക്കും വരുന്നത്. ചിലവർക്ക് ആ ഉണ്ട പോലെ ആയിരിക്കും വരുന്നത്, സെർവിക്കൽ മ്യൂക്കസിൻ്റെ സറൗണ്ടിങ് ആയിട്ടായിരിക്കും വരുന്നത്. എന്തായാലും നമുക്കിത് സ്ട്രെച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ 2 കൈവിരലുകൾക്കിടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വലിച്ച് നീട്ടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതല്ലാതെ വരുന്ന ഡിസ്ചാർജ് ഉണ്ടല്ലോ, അതായത് പീരിയഡ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ഡിസ്ചാർജ് അല്ലെങ്കിൽ പീരിയഡ്സ് ആകാൻ പോകുന്നതിന് മുൻപ് നമുക്ക് വരുന്ന ഡിസ്ചാർജൊക്കെ നമുക്ക് ഇത്രത്തോളം ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുന്ന 2 ഡിസ്ചാർജേ ഉള്ളൂ. അത് പ്രഗ്നൻ്റ് ആകുമ്പോൾ വരുന്ന ഡിസ്ചാർജും പിന്നെ നമുക്ക് ഓവുലേഷൻ നടക്കുമ്പോൾ വരുന്ന ഡിസ്ചാർജും. ഇത് രണ്ടുമാണ് നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പ്രഗ്നൻസി ഡിസ്ചാർജ് എങ്ങനെയാണ്, ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ചാനലിലാണ് ഫസ്റ്റ് യൂട്യൂബിൽ ചെയ്തിട്ടുള്ളത്. ഏത് ലാംഗ്വേജിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ലൈവായിട്ടുള്ള ഒരു ഡെമോ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.